മിസൈൽ ആക്രമണങ്ങളിൽ കോൺക്രീറ്റ് കൂമ്പാരമായ നഗരകേന്ദ്രങ്ങളിൽ അതിജീവനത്തിനായി ബുദ്ധിമുട്ടുകയാണ് ഗാസയിലെ ജനത. ശൈത്യകാലം എടുക്കുമ്പോൾ ഭക്ഷണത്തിനും കുടിവെള്ളത്തിനുമുള്ള പണം കണ്ടെത്താൻ യുദ്ധാവശിഷ്ടങ്ങൾ അരിച്ചെടുക്കുകയാണവർ. ഒരു വർഷമായി കെട്ടിടാവശിഷ്ടങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന പഴയ വസ്ത്രങ്ങളും മറ്റ് അവശ്യ സാധനങ്ങളും വിൽപ്പന നടത്തുന്നു ഖാൻ യൂനീസിലെ മൊയിൻ അബു ഒഡെ. വീടുകളും പള്ളികളും സ്കൂളുകളും ഉണ്ടായിരുന്ന തെക്കൻ ഗാസയുടെ തെരുവുകൾ ഇന്ന് കെട്ടിടാവശിഷ്ടങ്ങളുടെ കൂമ്പാരമാണ്. ആ തെരുവുകളിൽ നിന്ന് വിൽക്കാവുന്നതെന്തും അബു ശേഖരിക്കുന്നു. കീറലോ ചോരപ്പാടുകളോ അല്ല, ഉപയോഗിക്കാവുന്നതാണോ എന്ന് മാത്രമേ അയാൾ നോക്കാറുള്ളൂ. 4 കുട്ടികളുടെ പിതാവായ അബുവിന് കുടുംബത്തെ പുലർത്താൻ ഇപ്പോൾ കണ്ടെത്താവുന്ന ഏക ഉപജീവന മാർഗം ഇതാണ്. അതിൽ നിന്നുള്ള പൈസ ഭക്ഷണത്തിനും കുടിവെള്ളത്തിനുമുള്ളതാണ്. നിരത്തിവെച്ച വസ്തുക്കളിലേക്ക് നോക്കി നിൽക്കുന്ന കുട്ടികളെ കാണുമ്പോൾ അബു നിരാശനാകും. മാർഗമുണ്ടായിരുന്നെങ്കിൽ വാങ്ങാൻ ശേഷിയില്ലാത്തവർക്ക് ഇതിൽ പലതും വെറുതെ കൊടുക്കാമായിരുന്നു. എന്നാൽ അങ്ങനെയൊരു ആശ്വാസം വിദൂരമായി പോലും കൈനീട്ടുന്നില്ല. അതേ തെരുവിൽ അബുവിനെ പോലെ മറ്റനേകം താൽക്കാലിക വ്യാപാരികളുണ്ട്. പൊടിപുതഞ്ഞ വസ്ത്രങ്ങളും ചെരുപ്പുകളും പുതപ്പുകളിൽ നിരത്തി ആവശ്യക്കാരെ കാത്തിരിക്കുന്നവർ. ശൈത്യകാലം എത്തുമ്പോൾ കട്ടിവസ്ത്രങ്ങൾക്ക് ആവശ്യക്കാർ കൂടുമെന്ന് കണക്കുകൂട്ടുന്നവർ. യൂറോപ്പിൽ നിർമ്മിക്കപ്പെട്ട ഉൽപ്പന്നങ്ങളാണ് തന്റെ പക്കലുള്ളതെന്ന് വാദിച്ചു വിലപേശുന്നവർ. അവർ വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്നത് യുദ്ധം കൊലപ്പെടുത്തിയവരുടേതാണ്, അല്ലെങ്കിൽ സമ്പാദിച്ചതൊന്നും എടുക്കാനാകാതെ ജീവനം കൊണ്ട് പലായനം ചെയ്തവരുടേത്. അങ്ങനെ ധരിച്ച വസ്ത്രങ്ങളുമായി ഖാൻ യൂനൂസിലേക്ക് അഭയം തേടിയെത്തിയ ലൂയി അബ്ദുൾ റഹ്മാനും വ്യാപാരികളുടെ കൂട്ടത്തിലുണ്ട്. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ആരംഭിച്ച യുദ്ധത്തിൽ ഏകദേശം 42 ദശലക്ഷം ടൺ അവശിഷ്ടങ്ങളാണ് ഗാസയിലുള്ളതെന്ന് UN പറയുന്നു. 1,28,000-ത്തിലധികം കെട്ടിടങ്ങൾ പൂർണ്ണമായോ ഭാഗികമായോ തകർന്നു. ഇതെല്ലാം നീക്കം ചെയ്യുന്നതിന് തന്നെ 14 വർഷത്തോളം സമയവും $1.2 ബില്യൺ ഫണ്ടും ആവശ്യമായി വരും. ഇതാണ് UN-ന്റെ ഏപ്രിൽ വരെയുള്ള കണക്ക്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.